ഇതെന്നമ്മ കണക്കൂടി കണക്ക് വെച്ചിട്ട് ഇതെന്നമ്മ ഇങ്ങനെ ശബ്ദത്തിന്റെ കുറച്ച് സാധനം എടാ പ്രേയർ ആരാ? പ്രസന്റാ? പ്രസന്റ്. 8:30 കഴിഞ്ഞില്ലേ? സ്റ്റാർട്ട് ആക്കിയല്ലോ. മിസ്സല്ലേ പറഞ്ഞേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാനോ? സ്റ്റാർട്ട് ചെയ്തൂടെ? 8:30 കഴിഞ്ഞില്ലേ? 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം അല്ലേ? 8:35 സ്റ്റാർട്ട് ആക്കാം. ഓക്കെ. മെമ്പേഴ്സ് കുറച്ചുപേരുടെ ആകട്ടെ അല്ലേ? 18 പേരായിട്ടുള്ളൂ. ഈ ഡൗട്ട് ലാസ്റ്റ് ചോദിക്കാൻ പറ്റുന്നത് അറിയാമോ? ഈ റെക്കോർഡ് വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും. നമ്മളിപ്പോ കുറച്ച് പേരില്ലേ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതുണ്ടോ? ഇപ്പൊ റെക്കോർഡ് വീഡിയോ കാണുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പലരും കംപ്ലൈന്റ് പറഞ്ഞേ. അവർക്ക് ഒരുപാട് സമയം അങ്ങനെ ഓടിച്ച് വിടേണ്ട വരും കംപ്ലൈന്റുകൾ, ഇങ്ങനെ ഡൗട്ടുകൾ വരുമ്പോ. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് റെക്കോർഡ് വീഡിയോ കാണുന്നു പറഞ്ഞു. അതുകൊണ്ടാട്ടോ പറഞ്ഞ ലാസ്റ്റ് ചോദിക്കുന്ന. അത് നല്ലതാ. ലാസ്റ്റ് ചോദിക്കാം എല്ലാവർക്കും. ഡൗട്ട് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ മിസ് പോകുന്നതിന് മുന്നേ. ഡൗട്ടിന് ചിലപ്പോൾ എക്സ്ട്രാ ടൈം മിസ് എടുക്കുമായിരിക്കും ക്ലാസ് കഴിഞ്ഞിട്ട്. Good evening. Good evening, ma'am. 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 Good evening. Okay, we can start. നിങ്ങൾ പ്രേയർ ഒക്കെ ചെയ്തിരുന്നോ? ഇല്ല മാം, പ്രേയർ ഞാനാണ്. തുടങ്ങട്ടെ മാം? Yes. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. പുഴയുടെ പൂപാടം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ പൂപാടം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം.
പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞാൽ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമിപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. താങ്ക് യു മാം. പണ്ടത്തെ ഹോസ്റ്റൽ കാലഘട്ടം ഓർത്തുപോയി. ഞങ്ങള് ഹോസ്റ്റലിൽ പ്രയർ ടൈമില് സ്ഥിരം ഇതായിരുന്നു പാടുവരും. Okay, thank you so much. And what's next? Thought for the day signing. Yes. Yes, please. Aruli. Okay. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വൺസ് അഗെയിൻ ഗുഡ് ഈവനിങ് ടു ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണൽ ടൈമാണല്ലോ, ആ ഒരു ടൈമിൽ ക്ലാസ്സിലൊക്കെ വന്ന് ഇരിക്കാൻ തോന്നിയത്. ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈം ആകുമ്പോൾ കുറെ പേരൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് വിചാരിച്ചു. എനിക്ക് പകലെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ടാണ് നൈറ്റിലേക്ക് ഞാൻ ക്ലാസ് മാറ്റിയത്. ഓക്കെ, സോ നമ്മൾ എവിടെയായിരുന്നു? നിങ്ങൾ കുറെ ഡൗട്ട്സ് ഉണ്ട് റിഗാർഡിങ് യുവർ അസൈൻമെന്റ്, ആക്ടിവിറ്റീസ് ആൻഡ് റെക്കോർഡ് റൈറ്റിംഗ് അല്ലെ? അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് പോവാം. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻസ് വരും. ഓക്കെ, സോ കുറെ പേര് എന്നോട് പേഴ്സണലി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡൗട്ട്സ് റിഗാർഡിങ് കാര്യങ്ങളെല്ലാം ഞാൻ ക്ലാസ് റൂമിൽ പറയാൻ. കാരണം അങ്ങനെ പറയുമ്പോൾ കുറെ പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഇതേ സെയിം ഡൗട്ട് മനസ്സിൽ വെച്ച് കുറച്ച് പേരുണ്ടാവും, അപ്പൊ അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരുടെയും ഡൗട്ട്സും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലാരിഫൈ ചെയ്തിട്ട് പോവാം. യെസ് പ്ലീസ് മാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ മാം, കളക്ഷനില് നമ്മൾ പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടേ മാം റൈറ്റ് സൈഡിൽ ഒട്ടിച്ചിട്ട് അവിടെ തന്നെ റൈറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ അങ്ങനെയാണ് ചെയ്തു പോയി കുറച്ച്. നോ പ്രോബ്ലം. കാരണം ഈ കളക്ഷൻ ബുക്കിൽ നമുക്ക് കൂടുതൽ പിക്ചേഴ്സ് ഒട്ടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ 2-3 ആക്ടിവിറ്റീസ് മാത്രമേ നമുക്ക് റൈറ്റിംഗ് വന്നുള്ളൂ അല്ലെ? നമ്മളെപ്പോഴും എഴുതുന്നത് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ അതിന് പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒട്ടിക്കുക, അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് കളക്ഷൻ ഓഫ് പിക്ചേഴ്സ് മാത്രമായിട്ട് വരും. ഞാൻ ചെയ്തപ്പോ റൈറ്റ് സൈഡിൽ മാത്രം ഞാൻ ഒട്ടിച്ചു വന്നു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ അത് കണ്ടപ്പോ ഒരു മാതിരി തോന്നി. അപ്പൊ ഞാൻ ലെഫ്റ്റും റൈറ്റും ഒട്ടിച്ച് തുടങ്ങി. അപ്പൊ കുറച്ചുകൂടെ പേജ് കാണുമ്പോൾ ഒരു രസം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചിലര് പറഞ്ഞു പിക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തോണ്ടെന്ന് ചോദിച്ചു. യു ക്യാൻ ഡു, നോ പ്രോബ്ലം. മാം, എനിക്ക് 192 പേജാണ് കിട്ടിയത്. അപ്പോ ഞാൻ പേജ് ഒരുപാട് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ആ റൈറ്റ് സൈഡ് മാത്രം ഇങ്ങനെ ഒട്ടിച്ചിട്ട് ആ പിക്ചറിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു 2-3 സെന്റൻസ് അതിന് താഴെയാണ് എഴുതി പോയത്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കല്ലേ? അപ്പൊ അതില് അല്ല കുഴപ്പമില്ല, വേണമെങ്കിൽ അത് എഴുതുന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടില്ല, ഫ്രൂട്ട്സ് വരെ ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയുള്ളത് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആയിട്ട് ബാലൻസ് ചെയ്താൽ മതിയോ? യെസ്, ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ പറയുമായിരുന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡ് കുറെ പേജസ് എന്റെ ബ്ലാങ്ക് ആയിട്ട് കിടന്നു. അപ്പൊ എനിക്ക് അത് കണ്ടിട്ട് ഒരു സുഖമായിട്ട് തോന്നിയില്ല. കാരണം നമുക്ക് എഴുതാനൊന്നുമില്ലല്ലോ, എല്ലാം നമ്മൾ ഞാൻ റൈറ്റ് സൈഡിൽ ഒട്ടിച്ചും പോയി. നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും ഒട്ടിക്കുന്നതിന് യൂസ് ചെയ്യാം. ഇനി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇപ്പൊ അതിനെ കുറിച്ച്, ഇപ്പൊ മാംഗോ കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണല്ലോ അറിയപ്പെടുന്നത്, അങ്ങനെയുള്ള ചില സ്പെഷ്യാലിറ്റി ഓരോന്നിനെ കുറിച്ചും, പിന്നെ എലിഫന്റ്, ബിഗ്ഗസ്റ്റ് ലാൻഡ് അനിമൽ, ജിറാഫ്, ടോളസ്റ്റ് അനിമൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാം കേട്ടോ, നോ പ്രോബ്ലം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ് ചെയ്യാം. യുവേഴ്സ്, നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ളതാണ്, വേറെ ഒരു പ്രശ്നവും. ബട്ട് നമ്മളിപ്പോ ഒരു റെക്കോർഡിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ തീമിനനുസരിച്ച് മൈ കളക്ഷൻ ബുക്കിൽ കൊണ്ടുപോയി സ്റ്റോറി എഴുതരുത്, റൈം എഴുതരുത് മാത്രമേ ഉള്ളൂ. അതിന്റെ എന്താണോ തീം ഇരിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഞാൻ തന്നത് മാത്രം ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയില്ല. ഓക്കെ പ്ലീസ്. നീ എന്താ ലാസ്റ്റ് വരാൻ വരും. എന്താ മറ്റേ ഇതില്ലേ മൈ ഫാമിലി എന്ന് പറഞ്ഞ് ഞാന് എന്താ മൈ ജോബ്സ്, ഓരോ ജോബ്സ് അല്ലേ ഏറ്റവും 15-മത്തത്. മൈ ഫാമിലി? ഹലോ യെസ്. ഹലോ
അത് ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചെയ്തായിരുന്നു. മൈ ഫാമിലി എന്നും പറഞ്ഞ് ഗ്രാൻഡ് ഫാദർ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ? വെരി ഗുഡ്. നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞ ഇറ്റ്സ് യുവേഴ്സ്, യു ക്യാൻ ഡു എനിത്തിങ്. ടീമിൽ നിന്നൊന്ന് പോകരുതെന്നേ ഉള്ളൂ. കാരണം നമ്മൾ അതിപ്പം ഫാമിലിയുടെ ഗ്രാൻഡ് ഫാദർ, എന്നിട്ട് ഗ്രാൻഡ് മാ, അങ്കിൾ, ഇതൊക്കെ മറ്റേ കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലേ, അന്നേരം അതും വേണമല്ലോ. യെസ് പ്ലീസ്. ഓക്കെ. ശരി. ഹലോ മാം. പിന്നെ ഹലോ. യെസ് പ്ലീസ്. അതെ, മിക്കി മൗസിന്റെ ടീച്ചർ കാണിച്ചു തന്നില്ലേ റെക്കോർഡ്, 4ാമത്തെ റെക്കോർഡില് ഇങ്ങനെ ഒട്ടിച്ചത്, പൂച്ചനെ അങ്ങോട്ട് ഓടിക്കണത്. ഓക്കെ. അത് എങ്ങനെ എന്താ ചെയ്യേണ്ടത് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അതായത് 2 പിക്ചേഴ്സ് തന്നതാണോ ഷിജിനാസ്? യെസ്. അതിന്റെ ഡിഫറൻസസ് കണ്ടുപിടിക്കാനാ. രണ്ടും കണ്ട ഒരുപോലെ ഇരിക്കും, പക്ഷെ രണ്ടും തമ്മിൽ 4 ഡിഫറൻസ് 5 ഡിഫറൻസ് എന്തോ പറഞ്ഞിട്ടുണ്ട്. 2 ഭാഗമായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. മിക്കി മൗസിന്റെ ടോം ആൻഡ് ജെറി ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക്, ഞാൻ ടോം ആൻഡ് ജെറി എടുത്തേ ഉള്ളൂ. ഏത് വേണമെങ്കിലും എടുക്കാട്ടോ. അതല്ല, ഏത് പിക്ചർ എടുക്ക, എനിക്ക് കറക്റ്റേ എങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഒരുപോലത്തെ പിക്ചർ ആയിട്ട് തോന്നും. 2 പിക്ചറാണ്, കണ്ടാൽ ഒരുപോലെ തോന്നും, പക്ഷെ അത് തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് കണ്ടുപിടിക്കുക എന്നുള്ളതാ. പിന്നെ ഇത് ലാസ്റ്റ് വണ്ണില്ലേ, അതിന് മുന്നത്ത് ഫൗണ്ടൻ എനിമലിന്റെ മുന്നത്ത് ഒന്ന് പറയാമോ ക്വസ്റ്റ്യൻ? ഇല്ല, ഞാൻ ക്വസ്റ്റ്യൻ എടുക്കട്ടെ. ഫൗണ്ട് ഔട്ട് ദ ഹേക്കിംഗ്, അത് ഞാൻ ഷെയർ ചെയ്യാം. പതിനഞ്ചാമത്തത്. നമ്പർ ഒന്നുമില്ല. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഷാഡോ ആണോ? ഫൗണ്ട് ഔട്ട് ഹേക്കിംഗ് കറക്ഷൻ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഷാഡോ, അതാണോ? ഷാഡോ അല്ല, ഏറ്റവും ലാസ്റ്റില് ഫൈൻഡ് ഔട്ട് ദ ഹൈഡിംഗ് ക്രീച്ചർ, അതാണോ? ഹൈഡിംഗ് ക്രീച്ചർ, ഹൈഡിംഗ് അനിമൽ രണ്ടും ഉണ്ടായിരുന്നു. അനിമൽ അല്ല, അതിനകത്ത് ഹൈഡിംഗ് ക്രീച്ചർ. ഓക്കെ, അത് നിങ്ങൾക്ക് ഹൈഡിംഗ് ക്രീച്ചർ എന്നാക്കാം, ഹൈഡിംഗ് ബേർഡ് എന്നാക്കാം, ഹൈഡിംഗ് ഒബ്ജക്റ്റ് എന്നാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ. ഞാൻ അവിടെ ക്രീച്ചറിന് കൊടുത്തിട്ടേ ഉള്ളൂ. ഞാൻ വരച്ചത് ഒരു ഗാർഡനില് ഒരു പുൽച്ചെടിയുടെ ഇടയിൽ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്ന പോലെയാണ് ഞാൻ ചെയ്തത്. അത് നിങ്ങൾ അതിന് പകരം ഹൈഡിംഗ് ഒബ്ജക്ട്, ഇപ്പൊ ഒരു ഗാർഡനിൽ ഒരു കുട്ടിയുടെ ടോയ്, ഒരു ബോള് വീണ് കിടക്കണു, അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കാം. അങ്ങനെ ഏതെങ്കിലും ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനം ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങനെ പഠിക്കുന്നേ ഉള്ളൂ. യു ക്യാൻ ഡു ഇറ്റ് എനിവേ. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. ഉണ്ടോ മാം? അതെ. എന്തോ പിക്ചർ ഉണ്ടോ മാം അത് ഇപ്പൊ ചെയ്തത്? ഞാൻ ചെയ്തതാണോ? അതെ. പിന്നെ 7 മണിക്ക് വേറൊരു ബാച്ചിന് ക്ലാസ് ഉണ്ടായിരുന്നേ. അവർക്ക് ചുമ്മാ PDF മാത്രമേ കൊടുത്തുള്ളൂ. അവർ തന്നെത്താൻ എല്ലാം ചെയ്തു തുടങ്ങി. ഞാൻ വിചാരിച്ചവർക്ക് പറഞ്ഞു കൊടുത്തത്, പക്ഷെ അവര് പറഞ്ഞു കൊടുക്കാനൊന്നും നിന്നില്ല, അവര് തന്നെ ചെയ്തു തുടങ്ങി. സോ ദാറ്റ് ഇസ് ദ റൈറ്റ് വേ ആക്ച്വലി. ഒന്നും കാണിക്കരുതെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ വെറുതെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവണ്ടെന്ന് കരുതി ഞാൻ ചെയ്തതൊക്കെ ഒന്ന് കാണിച്ചത്. ഞാൻ ചെയ്ത പിക്ചർ അത്ര ക്ലിയർ ആയിരിക്കില്ല, കാരണം ഞാൻ പെൻസിൽ കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാവുമെന്ന് അറിയില്ല. മാം, നമ്മളും പെൻസിൽ കൊണ്ട് തന്നെയല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം, കളർ പെൻസിൽ യൂസ് ചെയ്യണമെങ്കിൽ കളർ പെൻസിൽ യൂസ് ചെയ്യാം. ഞാൻ ചെയ്തത് ഇതാണ്. അവിടെ ഒരു ബട്ടർഫ്ലൈനെ നിങ്ങൾക്ക് തന്നെ കാണാം. ചുമ്മാ എന്തൊക്കെയോ വരച്ചു, അങ്ങനത്തെ ചെടികളൊക്കെ വരച്ചു. അതിന്റെ ഇടയിൽ പിക്ചേഴ്സ് ആണ് ഞാൻ നടത്തിയത്. യു ക്യാൻ മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ. കുറച്ചുകൂടി നല്ലതായിട്ട് ചെയ്യാം. 14ാമത്തെ നേരത്തെ പറഞ്ഞത്
ഞാൻ ഡൗട്ട് വെച്ചതിന്റെ ഡിഫറൻസ് ആണോ ഷിബിനാസ്? 14 14 ഫൗണ്ട് ഔട്ട് ദ ഹൈഡിങ്. ഓക്കെ, ഈ നമ്പർ പറഞ്ഞാൽ എനിക്ക് ഇത്തിരി പ്രശ്നമായിരിക്കും കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ഈ ഓർഡറിലല്ല ഞാൻ എന്റെ റെക്കോർഡ് ചെയ്തേക്കണേ, അതുകൊണ്ടാണ്. ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞതാ ഫൗണ്ട് ഔട്ട് ദ ഹൈഡിങ് ക്രിയേറ്ററിന് ഹൈഡിങ് എനിമലിന് മുന്നേ അതാണ് ഞാനിപ്പോ കാണിച്ചിരുന്ന പിക്ചർ. ഞാൻ ഒരു ചുമ്മാ കുറച്ച് ചെടികളുടെ ഇടയിൽ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്നത്, ആ ബട്ടർഫ്ലൈയെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്ത ഒരു ആക്ടിവിറ്റി. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഹൈഡിങ് ഒബ്ജക്റ്റ് എന്നോ ഹൈഡിങ് തിങ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ടൊരു കുട്ടിയുടെ ബോൾ അവിടെ കിടക്കുന്നത് അത് കണ്ടുപിടിക്കാനോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി എന്താ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിക്ചേഴ്സ് ഇട്ടാൽ ഒട്ടിച്ചാ മതി, വരയ്ക്കണം നിർബന്ധമുണ്ടോ? നോ നീഡ് ടു ഡ്രോ. എനിക്കിത് പിക്ചേഴ്സ് ആയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒപ്പിച്ച് വരച്ചെടുത്തതേ ഉള്ളൂ. പിക്ചേഴ്സ് ആയിട്ട് ഒട്ടിക്കാം അല്ലേ? ഒട്ടിക്കാം. എന്താണ് സംഗീത? ആ കലണ്ടറിനെ കുറിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ മിസ്സേ? നമുക്ക് കറന്റ് ഇയറിലെ കലണ്ടർ തന്നെയാണ് ബെറ്റർ ചെയ്യാൻ. പഴയതൊന്നും ചെയ്യേണ്ട. 2025 നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് എൻഡ് ചെയ്യുന്ന 2026ന്റെ കലണ്ടർ ഉണ്ടാക്കാം. ദാറ്റ്സ് അപ് ടു യു. കാരണം ഇപ്പൊ 2025 ജൂലൈ ആയിട്ടേ ഉള്ളൂ. സോ യു ക്യാൻ മേക്ക് 2025 അല്ലെങ്കിൽ 2026ന്റെ കലണ്ടർ ചെയ്യാം. കലണ്ടർ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് കലണ്ടർ ആണ്. ബട്ട് ചില കുട്ടികൾ ചോദിച്ചു ഞങ്ങൾ അതിനകത്ത് മലയാളം ഡേറ്റ് കൂടെ, സാധാരണ നമ്മുടെ കലണ്ടറിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മാതൃഭൂമി മനോരമ കലണ്ടറിൽ നമുക്ക് കാണാം മലയാളം ഡേ അതിന്റെ താഴെ ചെറിയ ചെറിയ ഒരു സൈസില് അതും പിന്നെ ഹിജ്റ അറബിക് ഡേയും അങ്ങനെ കാണാം. അങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ടുള്ള ഡേയ്സ് ഫെസ്റ്റിവൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് അത് എന്തെങ്കിലും രീതിയിൽ മാർക്ക് ചെയ്യണം, അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു കലണ്ടറാണ് ഞാൻ ചെയ്തത്. ജനുവരി തുടങ്ങി ഡിസംബർ വരെ 12 മാസത്തെ ആ ഒരു പേജസ് അങ്ങനെ സെറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ഓരോ പേജിലും ഓരോ മന്താണ് ചെയ്തത്. അപ്പൊ ആ കലണ്ടർ ചൈൽഡ് എഡ്യൂക്കേഷനെ, കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കലണ്ടർ ആകണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ആ കലണ്ടറിന്റെ മുകളിൽ റെക്ടാങ്കിൾ പോലെ വരച്ചിട്ട് ഈ നമ്പേഴ്സ് ഇടാനായിട്ട് ഇങ്ങനെ ചെക്ക് ബോക്സ് പോലെ ആക്കുമല്ലോ, അങ്ങനെ ആക്കുന്നതിന്റെ മുകളിൽ കുറച്ച് പോർഷനിൽ ഞാനത് അതിന്റെ കോഡ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, ചൈൽഡ് ലേബറിന് അഗെയിൻസ്റ്റ്, ചൈൽഡ് ബെഗിങ്ങിന് അഗെയിൻസ്റ്റ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ്സ് ഓരോ മന്തിലും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കലണ്ടർ പ്രിപ്പയർ ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നോ ഒന്നും യാതൊരു ഇൻസ്ട്രക്ഷൻസും ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഓരോരുത്തരും അവരവർക്ക് തോന്നിയ ഒരു ഐഡിയയില് കലണ്ടർ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം. യു ക്യാൻ ഡു ഇറ്റ് ഇൻ എനി വേ. ചില കുട്ടികൾ ഓരോ കലണ്ടറിലും കുഞ്ഞ് ജനിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഓരോരോ സ്റ്റേജസ് ഇല്ലേ. ആദ്യം ചെറിയ ബേബി, പിന്നെ കുറച്ചുകൂടെ വലുതായി കമഴ്ന്ന് കിടക്കുന്നു, പിന്നെ മുട്ടിലഴയുന്നു, ഇരിക്കുന്നു, അങ്ങനെയൊക്കെ കലണ്ടർ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യും. പിന്നെ സ്കൂളിൽ പോകുന്ന ഏജായി അങ്ങനെ രീതിയിലൊക്കെ ആക്കിയിട്ടുള്ള പല കലണ്ടറും കണ്ടു പലരും ചെയ്തത്. വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. പക്ഷെ നമുക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല മീൻ, നമുക്കിപ്പോ ഓരോ മാസത്തിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ, ഓരോരോ ഫെസ്റ്റിവൽ ആയിട്ടും അതിനെ കുറിച്ചൊക്കെ നമ്മൾ എഴുതണതിൽ കുഴപ്പമുണ്ടോ ടീച്ചറെ? ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? നോ പ്രോബ്ലം, നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ ആകെ ജൂൺ 12 അത് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ, അത് മാത്രമാണ് ഞാൻ അതിനകത്ത് പ്രൊമിനന്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മളുടെ വരുന്ന, എനിക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാനുള്ള മടി കൊണ്ടായിരിക്കാം ഞാൻ ബാക്കിയുള്ളതൊന്നും ചെയ്തില്ല. ഫെസ്റ്റിവൽസ്, ക്രിസ്മസ്, ഈദ്, ഓണം, വിഷു, അങ്ങനെ ദീപാവലി, അങ്ങനെ കുറെയൊക്കെ വരുമല്ലോ. അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർഫുൾ ആക്കാം. ഓക്കെ. പിന്നെ ചില കലണ്ടറുകളൊക്കെ കണ്ടിട്ടില്ലേ, ഓരോ പേജിലും ഓരോ സീനറീസ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ്
അല്ലെങ്കിൽ നാഷണൽ ബേർഡ്, നാഷണൽ അനിമൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കലണ്ടറുകൾ ഇറങ്ങാറുണ്ടായിരുന്നല്ലോ. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ബട്ട് മെയിൻ ആയിട്ടുള്ളത് കലണ്ടർ ചൈൽഡ് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന, ചൈൽഡ് ലേബറിന് അഗെയിൻസ്റ്റ് ആയിട്ടും ചൈൽഡ് ബെഗിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കോഡ്സ് എഴുതിയത്. അത് പിക്ചറിന്റെ രൂപത്തിൽ ചെയ്യാം. ഞാൻ കോഡ്സിന്റെ രൂപത്തിലാണ് ഞാൻ ചെയ്തത്. താങ്ക് യു. Yes, anything else? മിസ്സേ കലണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് എംപ്ലോയ്മെന്റ് ഡേയും അതുപോലെ ടീച്ചേഴ്സ് ഡേ ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ കലണ്ടറിൽ? തീർച്ചയായിട്ടും. ഇപ്പൊ സംഗീത അത് തന്നെയല്ലേ ചോദിച്ചേ, അതുപോലെ തന്നെ ചെയ്യാം. ടീച്ചേഴ്സ് ഡേ ചെയ്യാം, പിന്നെ അങ്ങനെ എല്ലാം നോക്കാം. കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ 2026 കലണ്ടർ ആണെങ്കിൽ നിങ്ങൾ അത് ശരിക്കും നോക്കിയിട്ട് കറക്റ്റ് ഡേ, മൺഡേ ട്യൂസ്ഡേ ഒക്കെ വരുന്നത് കറക്റ്റ് ഡേ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി വേണം 2026 ചെയ്യാനായിട്ട്. ഓക്കെ മിസ്സേ. ചുമ്മാ വെറുതെ കോളം വരച്ച് 1 2 3 എന്നൊന്നും എഴുതി പോവരുത്. കറക്റ്റ് മൺഡേ വരുന്ന ഓക്കെ. സോ ആ രീതിയിൽ തന്നെ ഒന്ന് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ. സോ എനി ഡൗട്ട്സ് റിഗാർഡിംഗ്? അത് എന്താ മാം, ലെഫ്റ്റ് സൈഡില് എന്താ ഇപ്പൊ ഇങ്ങനെ എന്താ ഓരോ ദിവസം ഇപ്പൊ നാഷണൽ ഡേ അത് എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് കലണ്ടർ വരച്ചാ പോരെ? മതി, അങ്ങനെ ചെയ്താലും മതി. ഓക്കെ മാം. മാം, ഇത് A4 ഷീറ്റിലാണോ ചെയ്യേണ്ടത് അതോ എങ്ങനെയാണ്? റെക്കോർഡിലാണ്. റെക്കോർഡിൽ ഒരു ആക്ടിവിറ്റി അല്ലായിരുന്നോ? ഏത് റെക്കോർഡായിരുന്നു? നമ്മുടെ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിലെ അല്ലേ? Make a beautiful calendar to create awareness about child labor and child begging. നിങ്ങളുടെ 4th റെക്കോർഡിലെയാണ് കേട്ടോ. ഓക്കെ മാം. മാം, ഇനി എത്ര റെക്കോർഡ് ഉണ്ടോ? ടോട്ടൽ 5 റെക്കോർഡ്സ് ആണ്. 1 4 ആണ് ഞാൻ ഡീറ്റെയിൽസ് തന്നത്. 2 3 സ്റ്റോറിയും റൈമും ആണ്. 5th റെക്കോർഡ് നമ്മുടെ മോഡ്യൂൾ 3, അതായത് മറിയ മോണ്ടെസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ഫീച്ചേഴ്സ്, അത് വരുന്നതാണ് 5th റെക്കോർഡ്. 5th റെക്കോർഡ് മാത്രം നല്ല രീതിയിൽ എഴുതിയ ഒരു റെക്കോർഡിന്റെ സ്കാൻഡ് കോപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് നോക്കി കോപ്പി ചെയ്താൽ മതി. പക്ഷെ അതിന്റെ ഓരോ മെറ്റീരിയലിനും പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് ഒട്ടിക്കണമെന്ന് മാത്രം. അത് ഈ 4 റെക്കോർഡും കഴിഞ്ഞു കഴിയുമ്പോഴേ അത് തരുള്ളൂ. കാരണം അത് കോപ്പി ചെയ്യുവാണല്ലോ. പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിക്കൽ മാത്രമേ അതിനകത്ത് ടാസ്ക് വരുന്നുള്ളൂ. അത് മാത്രമല്ല, അത് നമ്മുടെ പ്രാക്ടിക്കൽ ലാസ്റ്റ് ആ ഒരു മോഡ്യൂൾ 3 ഒക്കെ ആവാറാകുമ്പോൾ, അല്ലെങ്കിൽ പാർട്ട് 3 ചെയ്തുകൊണ്ടിരിക്കുന്നു, മോഡ്യൂൾ 1 പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡ് അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് ആ റെക്കോർഡ് തരുള്ളൂ. അതിന് മുമ്പ് തന്നെ ഈ 4 റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ 1 4 ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ ഒരുവിധം ഒന്ന് ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് എന്നെ റിമൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. 2 3 പറഞ്ഞുതരാൻ ഈ ബാച്ചിനോടാണ് പറഞ്ഞത്. നേരെ ബാച്ച് ആയിരിക്കും. ഓഗസ്റ്റ് ഒരു 2nd വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും എന്നെ, അല്ലെങ്കിൽ 3rd വീക്ക് ആവും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കംഫർട്ടബിൾ ആയി, ഫസ്റ്റ് റെക്കോർഡ് 4th റെക്കോർഡൊക്കെ ഒരുവിധം ഒന്ന് ആയി എന്ന് പറയുമ്പോൾ തന്നെ വരുമ്പോ തന്നെ എന്നോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 എല്ലാം കൂടി ഒരുമിച്ച് ഡീറ്റെയിൽസ് തരണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം 2 3 ഇറ്റ്സ് യുവർ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അതിൽ നിങ്ങളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയാണ് വേണ്ടത്. താനെ എഴുതണം. നോ ഗൂഗിൾ, നോ യു ക്യാൻ റെഫർ, കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ഓക്കെ. സോദാവേൻ ഉദ്ദേശിക്കുന്നു. സോദാവേൻ പറഞ്ഞു കൊടുത്തേക്കുന്നു. എന്തോ? സോദാവേൻ പറഞ്ഞു കൊടുത്തേക്കുന്നു. യെസ്, ഷോ ദ വേ, വഴി കണ്ടുപിടിക്കുക. അതിന്റെ പിക്ചർ ഒന്ന് കാണിച്ചു തരുമോ? കണ്ടിട്ടില്ലേ? നമ്മള് ബാലരമയിലും പൂമ്പാറ്റയിലും ഒക്കെ എന്തോരും ഇത് ചെയ്തിട്ടുണ്ടല്ലേ. ഒരു കൊച്ചു പപ്പിക്ക് അതിന്റെ കിണറിലെത്താനുള്ള വഴി ചുമ്മാ ഇങ്ങനെ പാറ്റേണിൽ ഇങ്ങനെ വരച്ചു. അവിടെ ബ്ലോക്ക് ചെയ്തു. ഒരു വഴി മാത്രം ഓപ്പൺ ആക്കി വെച്ചു.
കുട്ടികൾക്ക് പറ്റുന്നതാണ്. സോ മേക്ക് ഇറ്റ് സിമ്പിൾ. ഇത് നിങ്ങളുടെ ഒരു റെഫറൻസ് ആണ്. എല്ലാ റെക്കോർഡും, എല്ലാ അസൈൻമെന്റും, എല്ലാ ആക്ടിവിറ്റിയും ഇത് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതല്ല. അതായത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു പേപ്പറിലോ ഒരു ചാർട്ട് പേപ്പറിനെ 4 പാർട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാർട്ടില് ഷോ ദ വേ ആണെങ്കിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക, അവരത് കണ്ടുപിടിക്കട്ടെ. അല്ലാണ്ട് നമ്മുടെ റെക്കോർഡിൽ അവരെ കൊണ്ട് വരയ്ക്കാനോ എഴുതാനോ കളർ ചെയ്യാനോ കൊടുക്കട്ടെ. ഇറ്റ്സ് അവർ റെക്കോർഡ്, നമ്മൾക്കുള്ള റെഫറൻസ് ആണ്, നമ്മുടെ ഒരു എൻസൈക്ലോപീഡിയ ആണ്. സ്കൂളിൽ പോകുമ്പോൾ റെക്കോർഡും കൊണ്ടുപോയി കാണിക്കുകയല്ലോ വേണ്ടത്. നമ്മള് 20 കുട്ടികൾ ഉണ്ടെങ്കിൽ 20 കുട്ടികൾക്കും ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. ഓരോ റെക്കോർഡ് കൊണ്ടുപോയി കാണിച്ചാൽ പറ്റില്ലല്ലോ. റെഡ് ഇങ്കും കൊണ്ട് ഹെഡും ഇടാൻ പറ്റുമോ? എന്താണ്? റെഡ് പേന കൊണ്ട് ഹെഡിങ് എഴുതുന്ന കുഴപ്പമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മാം സൈൻ ചെയ്ത് തരുന്ന റെഡിങ്ങിലായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് അതിനകത്ത് റെഡിങ് കൊണ്ട് ടൈറ്റിൽ ചെയ്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയാം. 4 കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എഴുതാൻ വേണ്ടിയിട്ട് ബ്ലൂ ഇങ്കും പിന്നെ ഗ്ലിറ്റർ പെൻസ് ആണ് യൂസ് ചെയ്തത്. ഗോൾഡൻ കളറും ബ്ലൂ കളറും പിങ്ക് കളറുമാണ് ഉപയോഗിച്ചത്. റെഡിങ് പൊതുവെ നമ്മൾ അങ്ങനെ എഴുതാൻ ഉപയോഗിക്കാറില്ലല്ലോ. അണ്ടർലൈൻ ഒക്കെ ചെയ്യാം, കുഴപ്പമില്ല. മാം ഞാൻ റെഡും ഗ്രീനും വെച്ച് എഴുതി പോയി കേട്ടോ ഫസ്റ്റ്. കുഴപ്പമില്ല. സൈനും സീലും ഒക്കെ ചെയ്യുമ്പം ആ റെഡിങ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ക്ലിയർ ആയോ? ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ? മാം ഈ റിവേഴ്സ് കളറിംഗ് ആസ് പെർ ചിൽഡ്രൻസ് ഇമാജിനേഷൻ കളർ ദ വൈറ്റ് പാർട്ട് ഓഫ് ദ പിക്ചർ. യെസ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് വന്നില്ലായിരുന്നോ ക്ലാസ്സില്? ഇല്ല. ഞാൻ 4th റെക്കോർഡ് മുഴുവൻ പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞല്ലോ. റെക്കോർഡ് പ്ലസ് കാണാൻ മടിയാണോ? പറഞ്ഞിരുന്നു മിസ്. ജൂലൈ 11 ക്ലാസ്സിലുണ്ടെല്ലാം. ജൂലൈ 11. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. ക്ലാസ്സിൽ ഇങ്ങനെ ബ്രീഫ് ചെയ്യുമ്പോഴേ ഡേറ്റ് ഇട്ടിട്ട് ഈ ഡേറ്റിലെ ക്ലാസ്സിന്റെ ബ്രീഫിംഗ് ഇതാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈവ് ക്ലാസ്സിൽ കയറാത്തവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞങ്ങൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ജൂലൈ 11 ക്ലാസ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പില്. റിവേഴ്സ് കളറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കളർ ചെയ്യേണ്ട ഭാഗം മാത്രം നമ്മൾ വൈറ്റ് പാർട്ടായിട്ട് വെക്കും. ബാക്കി പോർഷൻസ് നമ്മൾ ഷെയ്ഡിങ് പെൻസിൽ കൊണ്ട് എങ്ങാനും ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്ത് വെക്കും. അപ്പൊ കുട്ടികളെ നമ്മൾ റൈറ്റിങ്ങിന് മുമ്പ് ട്രേസിങ് ചെയ്യുന്ന പോലെ അവര് ഓരോ ലെറ്റേഴ്സും അല്ലെങ്കിൽ നമ്പേഴ്സും കളർ ചെയ്യാനായിട്ട് അവർ പഠിക്കും. എഴുതുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പിന്നെ അവർക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടും. അവർ ആ കറക്റ്റ് ആ വൈറ്റ് പാർട്ട് മാത്രം കളർ ചെയ്യാനായിട്ട് അവർ ഭയങ്കര ശ്രദ്ധയോടുകൂടെ ചെയ്യും. അവരുടെ ഫോക്കസ് കൂടും, ആ ഒരു കോൺസെൻട്രേഷൻ കൂടും, പവർ ഓഫ് അറ്റൻഷൻ ഒക്കെ കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യിക്കുന്നത്. പിന്നെ സിമെട്രി രീതിയിൽ വരുന്ന പിക്ചേഴ്സ്, ലോട്ടസ്, താമര, ബട്ടർഫ്ലൈ, അതായത് നമുക്കറിയാം ലെഫ്റ്റും റൈറ്റും ഒരേപോലെ ഇരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പിക്ചേഴ്സ് നമുക്ക് എടുക്കാം. അപ്പൊ അവര് നമുക്ക് ഒബ്സർവ് ചെയ്താൽ അറിയാം ഇവര് പുറത്തുനിന്ന് ഇപ്പൊ ബട്ടർഫ്ലൈയെ കണ്ടിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ബട്ടർഫ്ലൈയുടെ വിങ്സിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ കളറാണെന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ പിക്ചേഴ്സ് സിമെട്രിക്കൽ ആയിട്ട് വരുന്ന രീതിയിൽ വരുന്ന പിക്ചേഴ്സ് കൊടുക്കുമ്പോൾ അവർ കളർ സെലക്ട് ചെയ്യുമ്പോൾ അതുപോലെ കളർ സെലക്ട് ചെയ്യും. അവരിപ്പോ പല മൾട്ടിപ്പിൾ കളർ യൂസേജ് ചെയ്യുന്ന വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് അത് ഒബ്സർവ് ചെയ്ത് അറിയാൻ പറ്റും. കുട്ടി നേച്ചറുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആണ്, അത് കാണുന്നുണ്ട്. ബട്ടർഫ്ലൈ എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ലോട്ടസ് എങ്ങനെയാന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ നമുക്ക് ആക്ടിവിറ്റീസ് കൊടുത്ത് ഓരോ കുട്ടിയെ ഒബ്സർവ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും രീതിയിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ട ആക്ടിവിറ്റീസും മനസ്സിലാക്കി നമ്മൾ ചെയ്യിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. കാരണം ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ് അവരുടെ ചെറിയ ചെറിയ ഡിസോർഡേഴ്സ് ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അല്ലാതെ ഇത് ചുമ്മാ നമുക്ക് റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ടോ
നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല ഞാൻ നിങ്ങളെ ഓരോ അസൈൻമെന്റും ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് പോകണം. മുന്നിലൊരു കുട്ടി വരുമ്പം അവൻ ഏത് ഏരിയയിലാണ് അവന് ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി, വീക്ക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ സ്ട്രോങ് ആക്കാനായിട്ട് നോക്കും. പിന്നെ അവന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കുവാണെങ്കിൽ അവനെ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യിച്ച് അവനെ അത് ബൂസ്റ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. സോ വരയ്ക്കാൻ കഴിവുള്ള ഒരു കുട്ടിയെ നമ്മളായിരിക്കും ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അവന്റെ പാരന്റ്സ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് അവന്റെ ആക്ടിവിറ്റീസ് നമുക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ചില കുട്ടികൾ ചിലപ്പോൾ നല്ലപോലെ എഴുതുമായിരിക്കും. അങ്ങനെ ചിലർക്ക് അനാലിസിസ്, റീസണിങ്, അങ്ങനെ ഇപ്പൊ ഫൈൻഡ് ഔട്ട് ദ വേ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊക്കെ അത് മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് ആ ഒരു അനാലിസിസ്, ആ ഒരു റീസണിങ് ഒക്കെ, പ്രോബ്ലം സോൾവിങ് ഒക്കെ, അങ്ങനെ ഓരോ കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത്. യു ഹാവ് കംപ്ലീറ്റഡ് എവരിത്തിങ്. ഓക്കെ നിഷ്മ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പെൻഡിങ് ആക്കിക്കും, നമ്മൾക്ക് ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ തന്നെ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിങ്ങനെ ഒരു ദിവസം ഒരു 30 minutes, 20 to 30 minutes നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു. പിന്നെ ഒന്നും ചെയ്യിക്കുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ലേണിംഗ് പ്രോസസ് സബ്ജക്ട് സ്റ്റഡിങ് അല്ല കേട്ടോ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. ഷെയർ ഇൻ ദ ക്ലാസ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ പറ്റി ക്ലാസ്സിൽ പറയൂ, അപ്പൊ മറ്റുള്ളവർക്കും അതൊരു റെഫറൻസ് ആകും. ഓക്കെ ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ റെക്കോർഡ് റൈറ്റ് ചെയ്യുന്ന? അപ്പൊ 1 4 ഒന്ന് റെക്കോർഡ് ഫോർ 10 ആക്ടിവിറ്റീസ്. വെരി ഗുഡ്. നിങ്ങൾ നല്ല എന്താ പറയാ, നിങ്ങളുടെ ഓൺ ഗോയിങ് അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഞാനും കംപ്ലീറ്റ് ചെയ്തു. രാജി, വെരി ഗുഡ്. കംപ്ലീറ്റ് ചെയ്യാത്തവർ ഇത് കേട്ട് ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് അവരോട് ഡൗട്ട്സ് ചോദിക്കാം. അവർ ചെയ്തത് അങ്ങനെ കോപ്പി ചെയ്യാന്നുള്ളതല്ല, എനിക്കിതെങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാം. അത് പറഞ്ഞു തരാൻ അവരും റെഡി ആയിരിക്കും, ക്ലാസ്സിൽ ഞാനും റെഡി ആയിരിക്കും. പേഴ്സണലി എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും, ഏത് ബാച്ചാണ് എന്താണ്. പിന്നെ ഗ്രൂപ്പിൽ പറയുന്ന, മീൻസ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും മറ്റുള്ളവർക്കും കൂടെ ബെനിഫിറ്റ് ആകുക. നിങ്ങൾക്ക് അല്ലാതെയുള്ള എന്തെങ്കിലും നത്തിങ് റിലേറ്റഡ് വിത്ത് അസൈൻമെന്റ്, ആക്ടിവിറ്റി ആൻഡ് റെക്കോർഡ് യു ക്യാൻ ഷെയർ മീ. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ നമ്പർ തന്നത് കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിലോ പഠിക്കുന്ന കാര്യത്തിലോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് ഷെയർ വിത്ത് മീ. അല്ലാതെ റെക്കോർഡറിനെ എഴുതിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ്, ഞാനിത് എങ്ങനെയാ മാം ചെയ്യുന്നത്, മാം ചെയ്തതൊന്ന് ഫോട്ടോ എടുത്ത് അയക്കാം, ആരും ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കി ബാച്ചുകൾക്കൊക്കെ അതറിയാം, അത് ക്ലാസ്സിലാണ്. ഞാൻ ഓൾറെഡി പഴയ ബാച്ചുകൾക്കൊക്കെ മെസ്സേജ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അസൈൻമെന്റ്, റെക്കോർഡ് റൈറ്റിംഗ്, ആക്ടിവിറ്റീസ് റിലേറ്റഡ്, ക്ലാസ് റിലേറ്റഡ് എല്ലാം ക്ലാസ്സിൽ ചോദിക്കുക എന്നുള്ളത്. ബാക്കി യു ക്യാൻ ഷെയർ മീ എനിത്തിങ്. പലർക്കും പല ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, വെരി സോറി, ഇട്ടേക്കാട്ടോ. ഓക്കെ, അസൈൻമെന്റ് ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ? മിസ് നോട്ട് ചെയ്തെന്ന് തോന്നുന്നു നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട്. ഞാനിപ്പോ ക്ലാസ് ഏതാ എടുത്തോണ്ടിരിക്കണേ? ക്ലാസ് എവിടം വരെയായി? യൂണിറ്റ് 2. The rule of in the health education. യൂണിറ്റ് 2, ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ? അതിൽ 7ാമത്തെ പേജ്. The rules of school in the health education. നമുക്ക് ക്ലാസ് നിങ്ങളുടെ ഡേ ടൈമിൽ തന്നെയാണ്. എനിക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നത് കൊണ്ടാണ് ഞാൻ നൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് കേട്ടോ. എല്ലാ ദിവസവും ഈ ടൈമിൽ അങ്ങനെ വിചാരിക്കില്ലേ പ്ലീസ്. കാരണം ഐ നോ ദാറ്റ് ദിസ് ഈസ് യുവർ പേഴ്സണൽ ടൈം. ക്ലാസ് അല്ലെങ്കിൽ ഒത്തിരി ബാക്കിലായി പോയാലോ എന്ന് വിചാരിച്ചാണ് ക്യാൻസൽ ചെയ്യാതെ ഇങ്ങനെ ചെയ്തത്.
എവിടം വരെ എന്താ പറഞ്ഞേ? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ The roles of school in health education. ഓക്കെ, ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമുക്ക് മനസ്സിലായിട്ടുണ്ട് സ്കൂളിന്റെ ഒരു വൈറ്റൽ റോൾ. കാരണം കുട്ടികൾ ഏറ്റവും അധികം ആക്റ്റീവ് ആയിരിക്കുന്നത് സ്കൂളിലാണ്. അവർ വീട്ടിൽ വരുമ്പോഴേക്കും ടയേർഡ് ആയിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും കുളിച്ച് ഭക്ഷണം കഴിച്ച് കളിച്ച് ഹോംവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്ത്, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ അങ്ങ് അവർ ഉറങ്ങും. അവർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ടൈം കൂടുതലും സ്കൂളിലാണ്, സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ. അങ്ങനെയാവുമ്പോൾ സ്കൂളിനൊരു വൈറ്റൽ റോള് തന്നെ ഉണ്ടായിരിക്കും. കുട്ടികളുടെ പല ഹാബിറ്റ്സും അവരുടെ ബിഹേവിയറും എല്ലാം ബിൽഡ് ചെയ്യുന്നതിൽ സ്കൂളിന് നല്ലൊരു റോൾ ഉണ്ട്. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്, റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇത് ഇവിടം വരെ വായിക്കാൻ ആരാ റെഡി ആയിട്ടുള്ളത്? ലൈക്ക് ഈ എക്സെട്ര എന്ന് കാണുന്ന ഈ ഭാഗം വരെ. എനിവൺ പ്ലീസ്. ഞാൻ വായിച്ചോട്ടെ മാം? പ്ലീസ് വായിച്ചോ. The roles of school in health education. Schools have a vital role to play in developing health alertness among the children. The sense of hygiene or well-being should last in the whole life of the individual. School should assert on cleanliness and neatness along with a sense of hygiene. The school should help to develop essential habits of health. They include washing hands and mouth before and after having, keep personal hygiene by maintaining neatness and cleanliness, regular toilet habits, brushing teeth twice a day, using the toilet properly, washing oneself whenever necessary, especially after play, journey, etc. Also developing these habits, the school must take care in providing children healthy, balanced food, developing social habit of eating, drinking, using public places. Various agencies for improving health education are Yes, Nivya. arts and posters. ഓക്കെ, താങ്ക് യു. സ്കൂളിന്റെ റോള് വൈറ്റൽ റോൾ തന്നെയാണ്, ഇമ്പോർട്ടന്റ് റോൾ. അതായത് ഹെൽത്ത് അലേർട്ട്നെസ് കുട്ടികളിൽ ഉണ്ടാവുക, അതിന് സ്കൂളിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് തന്നെയുണ്ട്. നമ്മൾ നോക്കുമല്ലേ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് നല്ല ഹൈജീൻ ആണോ, അവർക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടോ, കുടിക്കാനും ക്ലീനിങ് പർപ്പസിന് വെള്ളമൊക്കെ ഉണ്ടോ, പിന്നെ നല്ല ഷെയ്ഡ് ഉണ്ടോ, സ്കൂളിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പാരന്റ്സ് ഒരു അഡ്മിഷൻ എടുക്കുമ്പോൾ, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാറുണ്ടല്ലേ, അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം നോക്കും. സ്കൂള് ശരിക്കും ഈ ഹാബിറ്റ് ഓഫ് ഹെൽത്ത് നമുക്കറിയാം, ഒരു 3 years കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങള് പ്രീ KG അല്ലെങ്കിൽ പ്രീ സ്കൂൾ പ്ലേ ക്ലാസ്സിൽ പോയി തുടങ്ങുന്നത്. ഈവൻ അംഗൻവാടിയിലാണെങ്കിൽ അപ്പൊ ഒരു 3 years തുടങ്ങിയിട്ട് അവരുടെ ആ ഒരു ചേഞ്ചസ്, അതായത് 3 years തുടങ്ങിയിട്ടാണ് അവരുടെ മെമ്മറി കോൺഷ്യസ് ആകുന്നത്. 3 വയസ്സ് വരെ അവർക്ക് അൺകോൺഷ്യസ് മെമ്മറിയാണ്, അവർക്ക് ഓർമ്മയില്ല ആ ഒരു ഏജിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് കിടക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് ഓർമ്മയില്ല. ബട്ട് ആഫ്റ്റർ 3 years അവർ ചെയ്യുന്ന കാര്യങ്ങള്, അവർ ശീലിക്കുന്ന കാര്യങ്ങള്, അവർ കാണുന്ന കാര്യങ്ങള്, അവർ കേൾക്കുന്ന കാര്യങ്ങള്, അവര് ടേസ്റ്റ് ചെയ്തിട്ടുള്ളതിനെ പറ്റി, അവര് അങ്ങനെ എല്ലാത്തിനെ പറ്റിയും അവർക്ക് നല്ല ഓർമ്മയായിരിക്കും. നമ്മളുടെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. നമുക്ക് ചെറിയ പ്രായത്തില് 3 years താഴെ എന്നപ്പോ പലതും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, പലതും നല്ല മിക്കവാറും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഭയങ്കര ഓർമ്മയുള്ളവര് ഐക്യമുള്ളവരായിരിക്കും കേട്ടോ. ആരെങ്കിലും ഉണ്ടോ 3 വയസ്സിന് താഴെയുള്ള കാര്യങ്ങൾ ഓർമ്മയുള്ളവര്? ഇല്ല. ഓക്കെ, എനിക്കും ഇല്ല. പക്ഷെ ആഫ്റ്റർ 3 yearsലെ ചില ഇൻസിഡൻസ് ഒക്കെ ഇപ്പോഴും നല്ലപോലെ ഇങ്ങനെ ഓർമ്മയുണ്ട്. ചിലത് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, ബട്ട് എന്നാലും നമുക്ക് ഓർമ്മ കിട്ടിയിട്ടുള്ളത് 3 yearsന് ശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പൊ കുട്ടികൾ ചെയ്യുന്നതെല്ലാം അവരുടെ ശീലങ്ങൾ, അവരുടെ ആ ലൈഫിന്റെ പാർട്ട് ആകുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് ആഫ്റ്റർ 3 years ആണ്. ആഫ്റ്റർ 3 years എന്ന് പറയുമ്പോൾ അവര് സ്കൂളിൽ നിന്നുള്ള എൻവയോൺമെന്റിലേക്ക് എന്താണ് അവരെ നമ്മൾ ഒന്ന് പറിച്ചു നട്ടു എന്നൊക്കെ പറയാലോ, അതുപോലെ അവരായി. അത് അംഗൻവാടികളാകാം,
പ്രീ സ്കൂൾ ആകാം, പ്ലേ ക്ലാസ് ആകാം, അങ്ങനെയുള്ളത്. പിന്നെ 4 വയസ്സൊക്കെ ആവുമ്പോഴേക്കും LKG, പിന്നെ UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെ പോകും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അവർ എന്താണോ ശീലിക്കുന്നത് അത് തന്നെയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അത് ത്രൂ ഔട്ട് ദർ ലൈഫ് അഡൽട്ട് ആകുമ്പോഴും അവർ ഫോളോ ചെയ്തു. നിങ്ങളിപ്പോ പുതിയ ബാച്ചാണ് 14, അപ്പൊ നിങ്ങൾ ആയി വരുന്നേ ഉള്ളൂ ഓരോ ടോപ്പിക്സ് ആയിട്ട് അല്ലെ. മോണ്ടിസോറി മെത്തേഡ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പാർട്ട് 3 ആകുമ്പോഴാണ്. പാർട്ട് 1 ആയിട്ടുള്ളൂ. ആ മോണ്ടിസോറി മെത്തേഡിൽ മറിയ മോണ്ടിസോറി ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട്, അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. ഓക്കെ, ആ അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ നമുക്ക് വരുന്ന സിറ്റുവേഷനുമായിട്ട് നമ്മൾ കോമ്പാറ്റബിൾ ആകുന്നു, അഡ്ജസ്റ്റഡ് ആകുന്നു അല്ലെ, നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു, എനിക്ക് ഒരു രീതിയിലും പകല് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, ഞാനത് നൈറ്റിലേക്ക് റീഷെഡ്യൂൾ ചെയ്തു. അപ്പൊ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും എന്റെ നമ്പർ ഉണ്ട് നിങ്ങളുടെ കയ്യില്, മാം എന്തിനാ ഞങ്ങൾക്ക് നൈറ്റിൽ വെച്ച് പകല് വെച്ചാൽ പോരായിരുന്നോ, അങ്ങനെ ചോദ്യങ്ങളേ ഉണ്ടായില്ല. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി, നിങ്ങൾ ഓക്കെ ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ പോസ്റ്റർ ടൈം ആണെങ്കിൽ കൂടിയും നിങ്ങൾ ആ ഒരു ടൈമിൽ ക്ലാസ്സിൽ വന്നിരിക്കാൻ റെഡിയായി. കുട്ടികൾ ചിലപ്പോൾ ഉറങ്ങുന്ന ടൈം ആയിരിക്കാം, ഹോംവർക്ക് പഠിപ്പിക്കുന്ന ടൈം ആയിരിക്കാം, ഭക്ഷണം കഴിക്കുന്ന നിങ്ങൾ ഫാമിലി ആയിട്ടിരുന്നിരിക്കുന്ന ഒരു ടൈം ആയിരിക്കാം, പ്രെയർ ടൈം ആയിരിക്കാം, ഫുഡ് കഴിക്കുന്ന സമയമായിരിക്കാം. പക്ഷെ നിങ്ങൾ ഒരു പരാതിയും പറഞ്ഞില്ല, ആ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ കോമ്പാറ്റബിൾ ആയില്ലേ. അത് നമ്മളുടെ ഹ്യൂമണിനുള്ള ഒരു കഴിവാണ്. നമ്മൾ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റഡ് ആവുന്നത്. മറിയ മോണ്ടിസോറി പറയുന്നത് കൊച്ചു കുട്ടികളിൽ വളരെ എളുപ്പമാണെന്നാ പറയുന്നത് ഈ അഡാപ്ഷൻ എന്ന് പറയുന്നത്. അവരവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ അഡാപ്ഷൻ സിറ്റുവേഷൻസിനനുസരിച്ച് അവര് പൊരുത്തപ്പെട്ടു പോകുന്നു. നമ്മൾ പറയില്ലേ ചില ആളുകളെ പറ്റി, അവര് വെള്ളം പോലെയാണ്, ഏത് ബോട്ടിലാണോ ഒഴിക്കുന്നത് അതിന്റെ ഷേപ്പ് ആയിരിക്കും. അവർക്ക് എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും അവരതുമായിട്ടങ്ങ് യോജിച്ചു പോകും. സോ അതാണ് ഇപ്പൊ ഞാനത് പറയാൻ കാരണം ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഒരു ക്ലാസ് ടൈമിലെ ചേഞ്ച് കൊണ്ടാണ്. നെക്സ്റ്റ് വീക്ക് ആവണമെന്നില്ല, നിങ്ങളുടെ റെഗുലർ ടൈമിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി അഥവാ എനിക്ക് ഇങ്ങനെ ഒരു എമർജൻസി ഉണ്ട്, എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വേറെ ടീച്ചറെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മെസ്സേജ് എന്തായാലും പ്രീവിയസ് ഡേ തന്നെ കിട്ടും. അപ്പൊ ഈ ഒരു അഡാപ്ഷൻ എന്നുള്ളത് കൊച്ചു പ്രായത്തിൽ തന്നെ നമ്മളിൽ വരുവാണെങ്കിൽ നമ്മുടെ ഒരു അഡൽട്ട് ആകുമ്പോഴേക്കും നമ്മൾ സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അതേസമയം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ചെറുപ്പത്തിൽ തുടങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് വളർന്ന് അഡൽട്ട് ആകുമ്പോഴും അതേ ബിഹേവിയർ ആണെന്ന് വിചാരിക്കുക. ഒട്ടും നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത് അല്ലെ, നമ്മളൊരു കമ്മ്യൂണിറ്റിയിലായിരിക്കും, നമ്മളൊരു ഫാമിലിയിലായിരിക്കും, ഒരു സൊസൈറ്റിയിലായിരിക്കും. അപ്പൊ ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന പല സിറ്റുവേഷൻസുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോകുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ പല സിറ്റുവേഷൻസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. നമ്മൾ കോമ്പാറ്റബിൾ ആകും. ഞാനിപ്പോ ആ ഒരു പ്രെയർ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾ ഈവനിങ് പ്രെയർ ടൈം ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമല്ല, ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴാട്ടോ പ്രെയർ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് പ്രെയർ മാത്രം. എല്ലാവരും കൂടി നിന്നിട്ട് പ്രെയർ ചെയ്യും. അത് ചില ദിവസം ഇന്ന് ചെയ്ത ആ ഒരു പ്രെയർ സോങ് ആയിരിക്കും, ചിലപ്പോൾ വേറെ ഒന്നായിരിക്കും. നത്തിങ് റിലീജിയസ്, ഒരു റിലീജിയസ് ആയിട്ട് ഒന്നുമില്ല. അത് നമുക്ക് മൈൻഡിന് സൂത്തനിങ് ആയിട്ട് വരുന്ന, നമ്മളൊരു ഫോഴ്സിനോട് നമ്മളുടെ കുറെ കാര്യങ്ങൾ പറയുന്ന രീതിയിലുള്ള പ്രെയർ സോങ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ആർക്കും പരാതിയില്ല, എല്ലാവരും ആക്സെപ്റ്റബിൾ ആണ്. ആ ഒരു കാര്യമായിട്ട് എല്ലാവരും വന്ന് ജോയിൻ ആവുകയും ചെയ്യും. ഏത് ബിലീഫിലുള്ളവരാണെങ്കിലും ഏത് കൾച്ചർ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും വന്ന് ആ ഒരു ടൈമിൽ എല്ലാവരും കൂടെ വന്ന് ജോയിൻ ആയിട്ട് പ്രെയർ ചെയ്യുന്നു. ഇത് ഒരു ഹ്യൂമന്റെ ഒരു കഴിവാണ് ഈ ഒരു അഡാപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ചെറുപ്പത്തിലെ ഈ ഒരു അഡാപ്ഷൻ കുഞ്ഞുങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അഡൽട്ട് ആകുമ്പോൾ അവര് ചെറുപ്പം എന്ന് പറയുമ്പോൾ അവർ അത്രയും എക്സ്പാൻഡ് ചെയ്തിട്ടില്ല അല്ലെ. അവരെ നോക്കാൻ ആളുകളുണ്ട്, അവർ പോകുന്ന സ്ഥലങ്ങൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ വലുതാകുമ്പോൾ നമ്മൾക്ക് പല സിറ്റുവേഷൻസും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് പലതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും. ജോലി കിട്ടി വേറൊരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരും അല്ലെ. അത് ആ ഒരു ക്വാളിറ്റി കുട്ടികളില് ചെറുപ്പത്തിലെ എളുപ്പമാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അഡൾട്ടിനേക്കാളും കൊച്ചു കുട്ടികൾക്ക് അഡാപ്ഷൻ വളരെ ഈസി ആണെന്നാണ് പറയുന്നത്. ചെറുപ്പം മുതലേ അവരെ അഡാപ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലുതാവുമ്പോൾ അവർ വളരെ പ്രൊഡക്റ്റീവ്, സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും. ഇവിടെ സ്കൂളിൽ തന്നെ നമ്മളെല്ലാം 3 വയസ്സ് കഴിയുമ്പോഴേക്ക് ഇതുപോലുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് പോകുന്നു.
വീടല്ലാത്തത്. നല്ല രീതിയിൽ തന്നെ ആ കുഞ്ഞുങ്ങളിൽ ഈ ഒരു ഹാബിറ്റ്സ്, നല്ല ഹാബിറ്റ്സ് ആണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവർ ത്രൂ ഔട്ട് അവർ ലൈഫ് അഡൾട്ട് ആകുമ്പോഴും അവരത് തന്നെ ഫോളോ ചെയ്യും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നല്ലതുപോലെ കൈയും വായും കഴുകുക. പിന്നെ പേഴ്സണൽ ഹൈജീൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നീറ്റ്നെസ്സും ക്ലീൻനെസ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, ആ റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ് അവർക്ക് വരണമെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചേ അവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ യൂസിങ് ടോയ്ലറ്റ് പ്രോപ്പർലി. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് വേറൊരാൾ അവിടെ കയറുവാണെങ്കിൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ആ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് പോകരുത്. ആ രീതിയിൽ ടോയ്ലറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്തിരിക്കണം. പിന്നെ 2 നേരം ബ്രഷ് ചെയ്യുന്ന കാര്യം. കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം ഉണ്ടായി. വേറൊന്നുമല്ല, ഞാനിങ്ങനെ ഹോസ്പിറ്റലില്, അച്ഛനാണ് കേട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, അച്ഛൻ ICUലാണ്. അപ്പം ഞാനും, അച്ഛൻ മീൻസ് ഹസ്ബൻഡിന്റെ അച്ഛൻ, ഞാനും അമ്മയും പകൽ സമയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഹസ്ബൻഡ് ജോലിക്ക് പോകും, രാത്രിയാകുമ്പോൾ ഹസ്ബൻഡ് വരും. അപ്പൊ നമ്മൾ ഈ ICUലായതാണ് നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ റൂം എടുത്തിട്ടുണ്ട്. ഞാൻ പകൽ എന്തോ കാര്യത്തിന് റൂമിൽ പോയിട്ട് തിരിച്ച് ലിഫ്റ്റില് 6ാമത്തെ ഫ്ലോറിലാണ് ഞാൻ. ലിഫ്റ്റിൽ കയറിയപ്പോൾ ഒരു അമ്മയും അച്ഛനും ഒരു മോളെന്ന് പറഞ്ഞാൽ മേ ബി ഒരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന മോളായിരിക്കും. ആ ഒരു സമയത്ത് ഇത്തിരി ഒരുക്കൊക്കെ ഉണ്ടല്ലോ, മുടിയൊക്കെ ഇങ്ങനെ കെട്ടി സ്ലൈഡൊക്കെ കുത്തി അങ്ങനെ പൊട്ടൊക്കെ വെച്ചിങ്ങനെ നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്തൊരു കുട്ടി. അപ്പൊ ഞാൻ കയറിയതും, ഇവര് 3 പേരേ ഉള്ളൂ. ഞാൻ കയറിയത് ഈ അമ്മ എന്നോട് ആ മോളോട് പറയാ, ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ എന്നിങ്ങനെ പറയുവാണേ. അപ്പൊ ഞാൻ ഇവരിങ്ങനെ നോക്കി, ഇവരെന്താ ഈ പറയണേന്ന് വിചാരിച്ചു. അപ്പൊ മോളിങ്ങനെ ചിരിക്കണോ അതോ ചമ്മലോ ആ രീതിയിൽ നിൽക്കുക. പെട്ടെന്ന് ഈ അമ്മ പറഞ്ഞു, അപ്പൊ വേറെ 2 ആ ഹോസ്പിറ്റലിലെ ജോലിക്കാരും കയറി, ക്ലീനിങ് സ്റ്റാഫ് അങ്ങനെ ആരോ കയറി. അപ്പൊ ഞങ്ങൾ 3 പേരും ഉണ്ട് ഇവരെ കൂടാതെ. അപ്പൊ പറയുവാണ്, ഇവളെ പല്ല് തേക്കില്ല, മാസത്തിൽ ഒരിക്കലേ പല്ല് തേക്കുള്ളൂ. കുട്ടിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ആ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അമ്മയുടെ മുടി പിടിച്ച് വലിക്കണേന്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യുക, അലറുക കുട്ടി. അവളുടെ ആ ദേഷ്യവും ഫ്രസ്ട്രേഷനും കൂടെ വന്നത് അതുപോലെ സ്ക്രീൻ ചെയ്യാം. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. ശരിക്കും ആ കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ട് ആ അമ്മ അത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാനിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇല്ല മോള് മിടിക്കുകയാണ്, അവള് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കുഞ്ഞ് കേൾക്കുന്നില്ല. കാരണം അവളെ സംബന്ധിച്ച് അവളുടെ അമ്മ വേറെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവളെ ഇൻസൾട്ട് ചെയ്തല്ലോ. അങ്ങനെ വന്നപ്പോഴേക്കും അവൾക്കൊട്ട് സഹിക്കാൻ പറ്റില്ല. ആ 6th ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോർ എത്തുന്ന വരെ ഈ കുട്ടി അമ്മയുടെ മുടിയുടെ പേടി വിട്ടില്ല, ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്തു. എനിക്ക് ആ ലേഡിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോഴേക്കും അവിടെ നിന്ന ആളുകളും എല്ലാം ശ്രദ്ധിക്കുക. അപ്പോഴും ആ ലേഡി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിൽക്കുന്ന എല്ലാരോടും പറയുന്നു പറഞ്ഞിട്ട്. അപ്പൊ കുട്ടിയുടെ അലർച്ച കൂടുന്നതേ ഉള്ളൂ. അപ്പം അച്ഛൻ ഇതിന്റെ ഇടയ്ക്ക് വെട്ടിട്ട് സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. അതിന് എന്തായെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഇത് കണ്ടു. അപ്പൊ നമ്മള് കുഞ്ഞാണെങ്കിലും അവരുടെ ഇമോഷൻസ്, ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യണം. എന്തുകൊണ്ട് പല്ല് തേക്കുന്നില്ല, വേദന എടുത്തിട്ടാണോ, അല്ലെങ്കിൽ പല്ലിന് എന്തെങ്കിലും കേട് കാരണം ബ്രഷ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണോ, അത് ഐഡന്റിഫൈ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അമ്മ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞാൽ അവള് ചെയ്യും എന്നുള്ള രീതിയിൽ മേ ബി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തോട്ടെ. യെസ് മാം.
ഓക്കെ, ICUലായിരുന്നു. അപ്പം എന്റെ നമ്പർ എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ എന്നെ വിളിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യുക റൂമിലേക്ക്, വേഗം വരാൻ പറയുക. അവിടെ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല, അമ്മയും എടുക്കുന്നില്ല, ഹസ്ബൻഡും എടുക്കുന്നില്ല. ഓക്കെ, എനിവേ കുറച്ചും കൂടെ നേരത്തേക്ക് ഷിഫ്റ്റിംഗ് നടക്കുവാണെങ്കിൽ എളുപ്പമായിരുന്നു. അവർ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടേ. അപ്പൊ ഇങ്ങനെ ഞാൻ ആ ഒരു കുട്ടിയുടെ കണ്ടപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിയാണെങ്കിലും കണ്ടിന്യൂസ്ലി വിളിക്കും, കുട്ടിയാണെങ്കിലും നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം അല്ലെ, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ്. എന്തുകൊണ്ട് ബ്രഷ് ചെയ്യുന്നില്ല എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു അമ്മയുടെ ഒരു കടമ തന്നെയായിരുന്നു. ഷീ ഹാസ് ടു ഡു ദാറ്റ്. ഇനി അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് വരുമ്പോ കളിച്ചിട്ട് വരുമ്പോഴേക്ക് കുട്ടികൾ ഒരു പേഴ്സണൽ ഹൈജീൻ, കുളിക്കുക അല്ലെങ്കിൽ നല്ലപോലെ വാഷ് ചെയ്യുക. പണ്ടത്തെ കാലത്തൊക്കെ നമുക്കറിയാം, നമുക്കന്ന് ടാപ്പ് അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നുമില്ല. ഇതുപോലെ ഒരു കരകം, കിണ്ടി പോലത്തെ ഇതല്ലേ, അതിൽ നിറയെ വെള്ളം വെക്കും, വന്ന് കാല് കഴുകിയിട്ട് ആണ് അകത്തേക്ക് കയറുന്നത് അല്ലേ. അതൊക്കെ ഹൈജീന്റെ ഭാഗമായിരുന്നു. അപ്പൊ പണ്ട് കാലം തുടങ്ങിയ ആൾക്കാർ അതിലൊക്കെ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാം. ഈ ഹാബിറ്റ്സ് എല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. നമുക്കറിയാം, കുഞ്ഞു കുട്ടികളാണ്, നമ്മളിങ്ങനെ ലെക്ചർ ക്ലാസ് പോലെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും അത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്കിങ്ങനെ ഹാബിറ്റ്സ്, നമ്മളിങ്ങനെ ക്ലാസ് എടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും? എങ്ങനെ ഹാബിറ്റ്സിനെ കുറിച്ച് അവയർനെസ് കൊടുക്കും? നമ്മൾ എങ്ങനെയാണോ എന്താ ചെയ്യേണ്ടത് നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് ഡെയിലി ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവും. നമ്മൾ കോവിഡ് സമയത്ത് ഹാൻഡ് വാഷ് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്ത് കാണിച്ചിരുന്നു. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് അല്ലേ? നിങ്ങളോട് ഞാൻ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ വിഷ്വലൈസേഷൻ, വിഷ്വൽ ഇമ്പാക്ട് അത് ഭയങ്കരമാണ്. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഒരു ചാർട്ട് പേപ്പറിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് എങ്ങാനും പറഞ്ഞിരുന്നു. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് അത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാം. വരയ്ക്കാൻ അറിയുന്നവര് വരയ്ക്കുക. ഇനി പിക്ചേഴ്സ് കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ അങ്ങനെയുള്ളവർ അതും ചെയ്യാം. കൂടുതൽ എഴുതൊന്നും വേണ്ട. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ ഒറ്റ സ്റ്റേറ്റ്മെന്റിലൊക്കെ റെപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലേ. നമുക്കൊരു പരസ്യം ഉണ്ടായിരുന്നു ലൈഫ്ബോയിയുടെ, ആ പരസ്യം വെച്ചിട്ട് കളിയാക്കി ആ കോവിഡ് സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ സെക്കൻഡ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചാർട്ട്, ഒരു ആക്ടിവിറ്റി പോലെയോ അസൈൻമെന്റ് പോലെയോ എങ്ങനെയായാലും പ്രോബ്ലം ഇല്ല. അസൈൻമെന്റ് ആണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അതൊരു ആക്ടിവിറ്റി ആയിട്ട് കയ്യിൽ കരുത്. അത് റിലേറ്റഡ്, ഈ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് റിലേറ്റഡ് ഒരു റൈമോ ആക്ഷൻ സോങ്ങോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. പിന്നെ അതിന്റെ പ്ലക്കാർഡ്സ് പോലെ, ബ്രഷ് യുവർ ടീത്ത്, അതിന്റെ ഒരു പിക്ചർ ഒരു പ്ലക്കാർഡ് പോലെ ഇങ്ങനെ സ്റ്റിക്കില് ഒട്ടിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് കുട്ടികളെ കൊണ്ട്, അല്ലെങ്കിൽ ഫിംഗേഴ്സിലെ ക്യാപ്പ് പോലെ ഇട്ടിട്ട് ഓരോ ആക്ടിവിറ്റീസ്, ബ്രഷ് ചെയ്യുന്നത് ഒരു ഫിംഗറിൽ ഒരു ക്യാപ്പ് പോലെ പിക്ചർ, അടുത്ത ഫിംഗറിൽ 2 നേരം കുളിക്കുന്നതും, പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കുന്നതും, രാവിലെ നേരത്തെ എണീക്കുന്നതും, അതിന് സൂര്യന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പിക്ചർ നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. അങ്ങനെ ഫിംഗറിൽ ക്യാപ്പ് പോലെ ഇടുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചും അവരെ ചെയ്യിക്കാം. അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇതുപോലെ സ്റ്റിക്കിൽ വെച്ചിട്ടാണെങ്കിലും അങ്ങനെയും ചെയ്യിക്കാം. അതൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്തു. ഞാനൊന്നും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്തു വെക്കാവുന്നതാണ്. ആക്ഷൻ സോങ് ആയിട്ട് അവരെ കാണിക്കാം, ഒരു സ്റ്റോറിയിലൂടെ ചെയ്യാം, പിന്നെ ഒരു റോൾ പ്ലേയിലൂടെ ചെയ്യാം. വൈറസിന്റെ ഷേപ്പിൽ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി മാസ്ക് പോലെ ഉണ്ടാക്കിയിട്ട് ഒരാള് വൈറസ് ആയിട്ട്, ഒരാളൊരു കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും നല്ലതുപോലെ ഹാൻഡ് വാഷ് ചെയ്യുന്നു, വൈറസ് ഓടിപ്പോകുന്നു, അങ്ങനത്തെ രീതിയിലുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്നു. അതൊക്കെ നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി. ഞാനൊരു ചെറിയൊരു ലീഡ് തന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഒരു റോൾ പ്ലേക്കുള്ള ഒരു തീം കണ്ടുപിടിക്കണം കേട്ടോ. നമ്മളുടെ സോഷ്യൽ ഇഷ്യൂസ് വരുന്ന രീതിയിലുള്ളൊരു തീം ക്ലാസ്സിൽ ചെയ്ത് കാണിക്കാൻ പറ്റുന്നവര് ക്ലാസ്സിൽ ചെയ്ത് കാണിക്കും.
ഓവർ ഈറ്റിംഗ് സ്വീറ്റ്സ്. യെസ്, കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവരിതെല്ലാം എന്നിട്ട് വീട്ടിൽ വന്ന് ഷെയർ ചെയ്യും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ടീച്ചർ പറഞ്ഞു തന്നു എന്നൊക്കെ പറഞ്ഞു. ഹാൻഡ് വാഷ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തന്നു. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും ഇങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യണം, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഇത് വീട്ടിൽ ചെന്ന് ഇവർ ഈ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടികൾ ഇങ്ങനെ കുറെ പ്രാവശ്യം പറയുമ്പോൾ ആ വീട്ടിലുള്ളവരും ഇത് ശ്രദ്ധിക്കും. അപ്പൊ ശരിക്കും അവർക്കും ഒരു അവയർനെസ് കിട്ടുക. അങ്ങനെ ഓരോരോ ഫാമിലി, പല പല ഫാമിലി ചേരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റി തന്നെ ഹെൽത്തി ആയി മാറും. സ്കൂളിന്റെ റോൾ അതാണ്. ഓക്കെ, ഈ ഒരു ഹാബിറ്റ്സ്. പിന്നെ പബ്ലിക് പ്ലേസസിൽ പോകുമ്പോൾ ഇവര് ഭക്ഷണം കഴിക്കുന്ന രീതിയും കുടിക്കുന്ന രീതിയും ഞാൻ പറഞ്ഞിരുന്നത് റോൾ പ്ലേ. റോൾ പ്ലേ ഒരു ടീം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം നമുക്ക് നിറയെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓൺലൈനാണ്, ഗ്രൂപ്പായിട്ട് ചേർന്ന് റോൾ പ്ലേ ചെയ്യാൻ പറ്റില്ല. റോൾ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും 2, 3, 4 ക്യാരക്ടേഴ്സ് വരും. അപ്പൊ ക്ലാസ്സിൽ അത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഈ വീട്ടില് അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാരും കൂടെ റെഡിയാണ്, കാണിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ തന്നെ എല്ലാ ക്യാരക്ടറിന്റെ റോള് ചെയ്യണം. വോയിസ് മോഡുലേഷൻ മാറ്റിയിട്ട്. ഫോർ എക്സാമ്പിൾ, അമ്മയും കുട്ടികളും അല്ലെങ്കിൽ അമ്മയും അച്ഛനും കുട്ടികളും കൂടിയുള്ള ഒരു റോൾ പ്ലേ ആണെങ്കിൽ അത് ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ വോയിസ് മാറ്റി മാറ്റി ചെയ്യാം. പിന്നെ ടീച്ചറും കുട്ടിക്ക് ഹെൽത്തി ഹാബിറ്റ്സിന്റെ കാര്യവും അങ്ങനെ ഗുഡ് ഈവിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അതൊരു റോൾ പ്ലേയിലൂടെ ആണെങ്കിൽ ടീച്ചറും കുട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾക്ക് ചുറ്റുമുള്ള പല സോഷ്യൽ ഇഷ്യൂസ് ഇല്ലേ, ലൈക്ക് ട്രാഫിക് റൂൾസ്, റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ട്രാഫിക് റൂൾസ് പറയാം. പിന്നെ അങ്ങനെ പലതും. പിന്നെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്. അങ്ങനെ എന്ത് തീം വേണമെങ്കിലും സെലക്ട് ചെയ്ത് ഒരു 5 minutes അതിൽ കൂടണ്ട ഒരു റോൾ പ്ലേ സെറ്റ് ചെയ്ത് ക്ലാസ്സിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, എല്ലാരും നോക്കൂ. അത് എഴുതി സബ്മിറ്റ് അങ്ങനൊന്നുമില്ല കേട്ടോ, നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റിയാ, വേറൊന്നുമില്ല. ഇനി വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതാണ് നെക്സ്റ്റ് ടോപ്പിക്. ഈ ഒരു പാർട്ട് ഇവിടം വരെ വായിക്കാമോ? ഈ എക്സെട്ര വരെ. മാം ഞാൻ വായിക്കോട്ടെ? യെസ് പ്ലീസ്. Books, charts and posters showing proper hygiene situation. Chart including the rules of healthy living. Feature film, radio programs, etc. അതുവരെ വായിക്കണ്ട്. എക്സെട്ര വരെയല്ലേ വായിക്കണ്ട്? ഈറ്റിംഗ് സംതിങ് എക്സെട്ര കണ്ടില്ലേ? വാഷിംഗ് ഹാൻഡ്സ്. When it comes to the level of the small children, they learn many things by role modeling. So teachers and other adults who collaborate with them can show good health habits in school, particularly in usage of toilets, washing hands before eating something, etc. Okay, so വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമുക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് നിറയുണ്ട്. നല്ല നല്ല ഇൻഫർമേഷൻസ് കിട്ടും. അതുപോലെ തന്നെ അതിന്റെ നെഗറ്റീവ് ഇത് വേറെയും ഉണ്ട്. നമുക്കിപ്പോ അങ്ങനെ കുറെ വേരിയസ് ഏജൻസീസ് ഉണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് കിട്ടുന്നത്. ബുക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ ചില ചാർട്ട്, ചിലയിടത്ത് ഇങ്ങനെ ചാർട്ടായിട്ട് കാണും. ഇപ്പോ കുറച്ചും കൂടെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അവിടെ ഇങ്ങനെ ഡിജിറ്റൽ ആയിട്ടായിരിക്കും. സ്ക്രീനിൽ ഇങ്ങനെ മാറി മാറി വരും ഓരോ ഇതിനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ചില ഡോക്ടേഴ്സിന്റെ ചില ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നേരിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കേൾക്കാനും കാണാനും ഒക്കെ പറ്റും. ആ രീതിയിൽ വീഡിയോസും ഉണ്ടാവും, ചെറിയ ചെറിയ വീഡിയോസ് അങ്ങനെ കാണും. ഞാനൊരു പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോ, ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ പോയത് പറഞ്ഞല്ല, മോളുടെ കോഴ്സിന് റിലേറ്റഡ് ഒരു മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പോയത്. അവിടെ ഇങ്ങനെ ഒരു യൂറോളജിസ്റ്റിനെ വെയിറ്റ് ചെയ്യണമായിരുന്നു. യൂറോളജിസ്റ്റിനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും ആ യൂറോളജിസ്റ്റിന്റെ വീഡിയോ അവിടെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണും. അപ്പൊ അതൊരു ശരിക്കും ഒരു റോൾ പ്ലേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കേട്ടോ. അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്ന 2-3 സ്റ്റാഫ് ലേഡീസ് ഇരിക്കുന്നുണ്ട്. കാണുന്ന കാഴ്ച, ഈ ഡോക്ടർ അവിടെ നിന്ന് ആരോട് സംസാരിക്കുകയാണ്. ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു ലേഡി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക.
അപ്പൊ ഡോക്ടർ ചെന്ന് ചോദിച്ചു എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ വെള്ളം കുടിച്ചു കഴിഞ്ഞു എന്റെ പെയിൻ ഓർക്കുമ്പോൾ തന്നെ പേടിയാ, വെള്ളം കുടിച്ചു കഴിയുമ്പോഴേക്കും അത് പോകുന്നതാണ് എന്ന് വിചാരിച്ചാണ് ആ പേടി കൊണ്ട് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുവാന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിച്ചു എന്ന് കരുതിയിട്ട് കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ പോകുന്നില്ല. ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ അങ്ങനെ വെള്ളത്തിൽ പോവും. വലിയ സ്റ്റോൺ ആണെങ്കിൽ അത് പ്രൊസീജിയർ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻഫർമേഷൻസ് കിഡ്നി സ്റ്റോൺ റിലേറ്റഡ് കൊടുക്കുവാണ്. അപ്പൊ നമുക്കും ബോറടിക്കില്ല, നമുക്ക് എന്തൊരു കഥ കാണുന്ന പോലെയോ ഒരു ചെറിയൊരു പ്ലേ കാണുന്ന പോലെ, ഇപ്പൊ റോൾ പ്ലേ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ. അപ്പൊ അതുപോലെ പല പല ഇൻഫർമേഷൻസ് നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് പല മീഡിയാസിലൂടെ കിട്ടും. നമ്മൾ വാങ്ങിക്കാറുണ്ട് മാഗസീൻസ് ഉണ്ടല്ലേ ഹെൽത്ത് റിലേറ്റഡ്, ഏതാ അത്? ആരോഗ്യം, ആരോഗ്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അല്ലാതെ തന്നെ ന്യൂസ് പേപ്പറിൽ ചെറിയ കോളംസ് വരും ഹെൽത്തിനെ കുറിച്ച്. ചില മാഗസിൻ, ഇപ്പൊ വനിത അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മാഗസീനിൽ ഹെൽത്തി ടിപ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബുക്കുകൾ നമുക്ക് കിട്ടും. ഹെൽത്തി ടിപ്സ്, ഇപ്പം സൗന്ദര്യത്തിനുള്ള ടിപ്സ്, അതെല്ലാം ബ്യൂട്ടിയും ഒരു ഹെൽത്ത് റിലേറ്റഡ് കമ്പോണന്റ് തന്നെയാണ് അല്ലെ. കോസ്മെറ്റിക് ഫിറ്റ്നസ് നമ്മൾ പഠിച്ചല്ലേ. അപ്പം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ബുക്സിൽ നിന്ന് കിട്ടും, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ്, ടിവിയിലെ ചില പ്രോഗ്രാംസ്, ലൈഫ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രോഗ്രാംസ് കാണാമല്ലോ, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടും അല്ലെ. പിന്നെ ഫസ്റ്റ് ക്രൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു മാഗസീൻ ഉണ്ട്. അതിന്റെ ഈ കുട്ടികളുടെ ഹെൽത്ത് എഡ്യൂക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മാഗസീനാണ്. പിന്നെ അതുപോലെ തന്നെ മൂവീസ്, റേഡിയോ പ്രോഗ്രാം, ആരോഗ്യ കേരളം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാം ഉണ്ടല്ലോ, മൂവികളുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. മൂവീസിലൂടെ കുറെ മെസ്സേജ്, നല്ല സോഷ്യൽ ഇമ്പാക്ട് തരുന്ന രീതിയിലുള്ള മൂവീസ് ഉണ്ട്. കിട്ടുന്ന പുസ്തകത്തിൽ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മളെ കുട്ടികളുടെ പോളിയോ വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകം, അതിൽ ഓട്ടിസത്തിനെ കുറിച്ചിട്ടും കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും പല കുട്ടികളുടെ അസുഖങ്ങളെ കുറിച്ചിട്ടൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത ഒരു അസൈൻമെന്റ് ആണ് വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ജസ്റ്റ് അതിന്റെ ബുക്കിന്റെ പേരാണെങ്കിൽ ബുക്കിന്റെ പേര്, ടിവി പ്രോഗ്രാമിന്റെ പേരാണെങ്കിൽ അത്, മൂവിയുടെ പേരാണെങ്കിൽ ആ മൂവിയുടെ പേര്, റേഡിയോ എന്താണെന്നൊന്ന് സ്പെസിഫൈ ചെയ്യണം. റേഡിയോ പ്രോഗ്രാം ആണെങ്കിൽ റേഡിയോ പ്രോഗ്രാം, അതിന്റെ പേര് അതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അതിൽ വരുന്നത്. പിന്നെ കൊച്ചു കുട്ടികൾ എപ്പോഴും റോൾ മോഡൽ ആണല്ലേ. അവര് റോൾ മോഡൽ എന്നല്ല, അവര് മുതിർന്ന ആളുകളെ റോൾ മോഡലായിട്ട് കാണും. അവർക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അവരെന്താണോ ചെയ്യുന്നത് അത് തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അച്ഛൻ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന പോലെ, ചേച്ചി ചെയ്യുന്ന പോലെ, ചേട്ടൻ ചെയ്യുന്ന പോലെ, ടീച്ചർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ടാണ് അടുപ്പമെങ്കിൽ അവര് ചെയ്യുന്ന പോലെ, അങ്ങനെ കുട്ടികളും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സും മറ്റ് അഡൽട്സും എപ്പോഴും അവർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിൽ വേണം അവരുടെ ആക്ഷൻസ്. ഓക്കെ, എല്ലാ രീതിയിലും ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ വീട്ടില് അച്ഛൻ വന്നിട്ട് ഓടി വന്ന് ഭക്ഷണം കഴിക്കുക, കൈയും കാലും മുഖവും ഒന്നും കഴുകാതെ. കുട്ടികൾ കാണുമ്പോൾ അവനും അത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കും. അവനെ നമ്മൾ തിരുത്തി ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചോദിക്കും അച്ഛൻ ചെയ്യുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ ചേട്ടൻ, അല്ലെങ്കിൽ ഹൂവർ ഇറ്റ് ഈസ്, ആരാണോ ചെയ്യുന്നത് അവനത് കാണുമ്പോൾ അവനും അത് തന്നെ അവൻ ഫോളോ ചെയ്യാൻ നോക്കും. അപ്പൊ കുട്ടികൾ എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനാണ് അവര് നോക്കുന്നത്. ഓക്കെ ഫൈൻ, സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ അസൈൻമെന്റ് പറഞ്ഞില്ലേ വേരിയസ് ഏജൻസീസ്, അതെങ്ങനെയാ ചെയ്യുന്നത്? ജസ്റ്റ് ബുക്ക് ആണെങ്കിൽ ബുക്കിന്റെ പേര്, വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടൈറ്റിൽ കൊടുക്കുക. 1 ബുക്കിന്റെ പേരാണെങ്കിൽ പേര് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ബുക്ക് എന്ന് കൊടുക്കാം. ഇനി ഏത് ബുക്കായാലും മതിയോ? ഹെൽത്ത് റിലേറ്റഡ് അവയർനെസ് കൊടുക്കുന്ന ഏത് ബുക്കും. മൂവി ആണെങ്കിൽ മൂവി നെയിം ബ്രാക്കറ്റിൽ മൂവി എന്ന് കൊടുക്കുക. റേഡിയോ പ്രോഗ്രാം ആണെങ്കിലും ബ്രാക്കറ്റിൽ റേഡിയോ, എന്താണോ നിങ്ങൾ ആ ടൈറ്റിൽ എഴുതുന്നത് അതെന്താണെന്നുള്ളത് ഒന്ന് ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പേഴ്സണൽ ഹൈജീൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങൾക്ക് ക്ലാസ്സിൽ ടൈമിങ്സിൽ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് നേരത്തെ തന്നെ കിട്ടും കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാലോ, നമുക്ക് എൻഡ് ചെയ്യാലോ, വൈൻഡ് അപ്പ് ചെയ്യാലോ. ഓക്കെ മാം, ഞാനാണ് സൈൻ ഔട്ട്. മൈ നെയിം ഈസ് സുരമി.
ഞാനൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. Here we go. Here we go round the mulberry bush, the mulberry bush, the mulberry bush. Here we go round the mulberry bush, early in the morning. This is the way we brush our teeth, brush our teeth, brush our teeth. This is the way we brush our teeth, early in the morning. This is the way we wash our face, wash our face, wash our face. This is the way we wash our face, early in the morning. This is the way we comb our hair, comb our hair, comb our hair. This is the way we comb our hair, early in the morning. This is the way we march to school, march to school, march to school. This is the way we march to school, early in the morning. Thank you, Miss. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഉണ്ടാക്കാതിരുന്നത്. Okay, thank you so much. Okay, good night. Take care. Bye. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.